ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6 ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ രാം ഓർ സുഗ്രീവ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. राम और सुग्रीव. राम और लक्ष्मण का अगला पड़ाव ऋषिमुख पर्वत था. സുഗ്രീവ് വഹി रहते थे. അപ്പോൾ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഇനി അടുത്ത താവളം അഗ്ലാ പടാവ്, അതായത് അടുത്തതായിട്ട് അവർ താമസിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? ഋഷിമുഖ് പർവ്വതത്തിൽ. സുഗ്രീവ് വഹി रहते थे. അപ്പോൾ അവിടെ സുഗ്രീവ് അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. कबंध और शबरी की बात दोनों भाइयों को याद थी. दोनों ने सुग्रीव से मिलने की सलाह दी थी. അപ്പോൾ കബന്ധും പിന്നെ ശബരിയും രണ്ടുപേരുടെയും പറഞ്ഞ വാക്കുകൾ രണ്ട് സഹോദരന്മാർക്കും ഓർമ്മയുണ്ടായിരുന്നു. ദോനോം നെ സുഗ്രീവ് സെ മിൽനെ കി സലാഹ് ദി. രണ്ടുപേരും സുഗ്രീവിനെ കാണാനാണ് പറഞ്ഞത്, ഉപദേശിച്ചത്. കഹാ താ കി വെ സീത കി ഖോജ് മേ സഹായക് ഹോംഗെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്താണോ അവർ രണ്ടുപേരും പറഞ്ഞത്? സുഗ്രീവിനെ കാണാൻ, കാരണം സുഗ്രീവ് സീതയെ അന്വേഷിക്കുന്നതിൽ സഹായിക്കുമെന്നാണ് രണ്ടുപേരും പറഞ്ഞത്. അപ്പോൾ ദോനോം രാജ്കുമാർ ശീഘ്രത സേ വഹാ പਹੁഞ്ചന ചാഹത്തെ थे. സോ രണ്ട് രാജകുമാരന്മാരും അതിവേഗത്തിൽ, ശീഘ്രതയിൽ, അതായത് അതിവേഗത്തിൽ അവിടെ എത്താനായിട്ട് ആഗ്രഹിച്ചു. സുഗ്രീവ് का मूल निवास ऋषिमुख पर्वत नहीं था, किष्किंधा था. സുഗ്രീവിൻ്റെ ശരിക്കുമുള്ള താമസം എവിടെയായിരുന്നു? കിഷ്കിന്ധയിലായിരുന്നു ആദ്യം സുഗ്രീവ് താമസിച്ചത്. പക്ഷേ ഇപ്പോൾ ഋഷിമുഖ് പർവ്വതത്തിലാണ് താമസിക്കുന്നത്. കാരണം എന്താണ്? ഋഷിമുഖ് മേ വ നിർവാസൻ മേ അപ്നാ സമയ് ബിതാ രഹേ थे. അവിടെ നിർവാസൻ എന്ന് പറഞ്ഞാൽ എക്സൈൽ ചെയ്യപ്പെടുക, അതായത് അവിടുത്തെ ആ രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു സുഗ്രീവ്. അപ്പോൾ നിർവാസൻ, അപ്പോൾ ഋഷിമുഖ് മേ വ നിർവാസൻ മേ അപ്നാ സമയ് ബിതാ രഹേ थे. അപ്പോൾ ഋഷിമുഖ് പർവ്വതത്തിൽ നിർവാസനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആര്? സുഗ്രീവ്. കാരണം അവിടെ കിഷ്കിന്ധയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. അപ്പോൾ സുഗ്രീവ് കിഷ്കിന്ധ കെ വാനർ രാജ് കെ ഛോട്ടെ പുത്ര थे. സുഗ്രീവ് കിഷ്കിന്ധ രാജ്യത്തിൻ്റെ അവിടുത്തെ വാനർ രാജാവിൻ്റെ ചെറിയ പുത്രനായിരുന്നു, ഇളയ പുത്രനായിരുന്നു. बड़े भाई का नाम बाली था. पिता के न रहने पर ज्येष्ठ पुत्र बाली राजा बना. അപ്പോൾ വലിയ ജ്യേഷ്ഠൻ്റെ പേരെന്തായിരുന്നു? ബാലി എന്നായിരുന്നു. അച്ഛൻ്റെ മരണശേഷം, അതായത് പിതാക്കെ ന രഹനേപ്പർ, അച്ഛൻ ഇല്ലാത്തത് കാരണം ജ്യേഷ്ഠപുത്രനായിരുന്നു ഭരണം. അപ്പോൾ ജ്യേഷ്ഠപുത്ര ബാലി രാജാവന. അങ്ങനെ ജ്യേഷ്ഠപുത്രനായ ബാലി അവിടുത്തെ രാജാവായി, അതായത് കിഷ്കിന്ധയിലെ രാജാവ്. पहले दोनों भाइयों में बहुत प्रेम था. राजकाज में किसी बात को लेकर मनमुटाव हुआ, फिर झगड़ा हो गया. इतना गंभीर कि बाली सुग्रीव को मार डालने पर उतर आया. അപ്പോൾ അവർ രണ്ടുപേരും, അതായത് സഹോദരങ്ങൾ ബാലിയും സുഗ്രീവും, കിഷ്കിന്ധയിലെ രണ്ട് രാജകുമാരന്മാർ, അപ്പോൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരുന്നു. പക്ഷേ ബാലി ആണ് രാജാവായിട്ട് മാറിയത്. അച്ഛൻ്റെ മരണശേഷം ബാലിയായിരുന്നു രാജാവ്. അപ്പോൾ ആ രാജഭരണത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ മൻമുട്ടാവ് എന്ന് പറഞ്ഞാൽ ദേഷ്യം തോന്നുക, അപ്പുറത്തും ഇപ്പുറത്തും ഡിസ്എഫെക്ഷൻ തോന്നുക എന്തോ കാരണത്താൽ. അപ്പോൾ ഫിർ ഝഗഡ ഹോ ഗയ, പിന്നെ രണ്ടുപേരും വഴക്കുണ്ടായി. ഇത്നാ ഗംഭീർ കി ബാലി സുഗ്രീവ് കോ മാർ ഡാലേ പർ ഉത്തരായ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് വളരെയധികം കൂടി വന്നു. അപ്പോൾ അത് കാരണം ബാലി സുഗ്രീവിനെ വധിക്കാൻ പോലും ശ്രമിച്ചു. ആ രീതിയിൽ അവർ തമ്മിലുള്ള വഴക്ക് കൂടി വന്നു. ജാൻ ബച്ചാനെ കെ ലിയെ സുഗ്രീവ് കോ ഋഷിമുഖ് ആനാ പടാ. അപ്പോൾ ബാലി സുഗ്രീവിനെ വധിക്കാൻ പോലും ശ്രമിച്ചു. അത് കാരണം സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് സുഗ്രീവന് ഋഷിമുഖ് വന്ന് താമസിക്കേണ്ടതായിട്ട് വന്നു. ജാൻ ബച്ചാനെ കെ ലിയെ സുഗ്രീവ് കോ ഋഷിമുഖ് ആനാ പടാ. അപ്പോൾ ആ രാജ്യത്തിൽ നിന്നും ഇറങ്ങി, കിഷ്കിന്ധയിൽ നിന്നും ഇറങ്ങി അവിടെ ഋഷിമുഖ് പർവ്വതത്തിലോട്ട് വന്ന് സുഗ്രീവ് താമസിക്കാൻ തുടങ്ങി. ऋषिमुख आकर भी सुग्रीव का डर कम नहीं हुआ था. वह चौकस रहता था. അപ്പോൾ ഋഷിമുഖിൽ എത്തിച്ചേർന്നു എങ്കിലും പോലും സുഗ്രീവിന് ആ ഭയം മാറിയിട്ടില്ലായിരുന്നു. ഡർ കം നഹി ഹുവാ താ, ഭയം കുറഞ്ഞിട്ടില്ലായിരുന്നു. വ ചോക്കസ് रहता था. ചോക്കസ് എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയോടെ ഇരിക്കുക, അതായത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ, അതായത് ബാലി എങ്ങാനും തന്നെ വധിക്കാനായിട്ട് വരുന്നുണ്ടോ എന്നൊരു ഭയം. അപ്പോൾ അത് കാരണം എപ്പോഴും അലേർട്ടായിരുന്നു. ചോക്കസ് रहना എന്ന് പറഞ്ഞാൽ അലേർട്ടായിട്ട് നിൽക്കുമായിരുന്നു. വിശ്വാസ് പാത്ര വാനർ സേന നിരന്തർ പഹരെ पर रहती थी.
അപ്പോൾ നല്ല വിശ്വാസയോഗ്യരായ വാനര സൈന്യം അവിടെ എന്താണ് നിരന്തരമായിട്ട് കാവൽ നിൽക്കുമായിരുന്നു. സുഗ്രീവ് സ്വയം ഭി പേരാദിത്യത്തെ, സുഗ്രീവ് സ്വയം അവിടെ കാവൽ നിൽക്കുമായിരുന്നു. ഇസ് ഡർ സെ കഹി ബാലി കെ ഗുപ്തചർ സൈനിക് വഹാ ന പਹੁഞ്ചായേ. അപ്പോൾ ആ പേടിയുണ്ടായിരുന്നു സുഗ്രീവന്, ബാലിയുടെ എങ്ങാനും എന്താണ് സൈനികന്മാർ, ഗുപ്തചർ സൈനിക്, അതായത് ചാരന്മാരായിട്ടുള്ള സൈനികന്മാർ, സ്പൈ ആയിട്ടുള്ള സോൾജേഴ്സ് അവിടെ എങ്ങാനും എത്തിച്ചേരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു ബാലിയുടെ സൈനികന്മാർ. एक दिन सुग्रीव पहाड़ी पर खड़ा था, उसने दो युवकों को उधर आते देखा. അപ്പോൾ ഒരു ദിവസം സുഗ്രീവ് ആ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കണ്ടത് രണ്ട് യുവാക്കളെയാണ്. ആ രണ്ട് യുവാക്കൾ ആ വഴിയിലൂടെ അവിടെ എത്തിച്ചേരുകയായിരുന്നു, അതായത് ഋഷ്യമുഖ പർവ്വതത്തിലോട്ട് വരികയായിരുന്നു. ഉധർ ആത്തെ ദേഖ, ये दोनों अवश्य बाली के गुप्तचर होंगे, मुझे मारने आ रहे होंगे. അപ്പോൾ സുഗ്രീവ് എന്താണ് ആ സമയത്ത് വിചാരിച്ചത്? ഈ രണ്ടുപേരും തീർച്ചയായിട്ടും ബാലിയുടെ എന്താണ് ചാരന്മാരായിരിക്കാം, ബാലി അയച്ച ചാരന്മാരായിരിക്കാം. മുझे मारने आ रहे होंगे, എന്നെ വധിക്കാനായിട്ട് വരുന്നതായിരിക്കാം. സുഗ്രീവിനെ തത്കാൽ अपने साथियों को बुलाया. സുഗ്രീവ് ഉടനെ തന്നെ തൻ്റെ കൂടെയുള്ള സൈനികന്മാരെ ഉടനെ തന്നെ വിളിച്ചു വരുത്തി. हमें ऋषिमुख छोड़ देना चाहिए, यह स्थान अब सुरक्षित नहीं है, ബാലി യഹാ ബി ആ ധംകാ ഹെ. അപ്പോൾ സുഗ്രീവ് തൻ്റെ സാഥി, അതായത് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഋഷിമുഖ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഋഷിമുഖിൽ നിന്നും ഇറങ്ങേണ്ടതായിട്ട് വരും, ഈ സ്ഥലം സുരക്ഷിതമല്ല. ബാലി യഹാ ബി ആ ധംകാ ഹെ, ബാലി ഇവിടെയും എത്തിച്ചേർന്നിരിക്കുന്നു. ദേശത്തോടെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സുഗ്രീവ് ने अपने साथियों से कहा, मैंने दो युवकों को इधर आते देखा है, उनके हाथों में धनुष है. രണ്ട് യുവാക്കൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടു, അവരുടെ കയ്യിൽ എന്താണുള്ളത്? വില്ലുണ്ട്. സുഗ്രീവ് ഘബ്രായ ഹുവാത്ത, സുഗ്രീവ് ആകെ കൂടെ എന്താണ് പേടിച്ചിരിക്കുകയായിരുന്നു. पर उसके प्रमुख साथी हनुमान इनसे सहमत नहीं थे, इससे सहमत नहीं थे. അപ്പോൾ സുഗ്രീവിൻ്റെ പ്രമുഖ പങ്കാളിയായിരുന്നു, കൂടെയുള്ളതായിരുന്നു ഹനുമാൻ. അപ്പോൾ ഹനുമാന് ഈ കാര്യവുമായിട്ട് ഒത്തുചേരാൻ സാധിക്കുന്നില്ല, അതായത് സെഹമത് നെയ്ത്തെ, അദ്ദേഹം സമ്മതിച്ചു കൊടുത്തില്ല. मैं जाकर पता लगाता हूँ कि वे कौन है. അവർ ചാരന്മാരാണ്, ബാലിയുടെ ചാരന്മാരായ സൈനികരാണെന്ന് ഹനുമാന് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, मैं जाकर पता लगाता हूँ कि वे कौन हैं, बाली की सेना में ऐसे सैनिक नहीं है. ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ, ബാലിയുടെ സൈന്യത്തിൽ ഇങ്ങനെയുള്ള സൈനികന്മാർ ഇല്ല. हनुमान ने भी दोनों युवकों को देख लिया था. हनुमान पर सुग्रीव को भरोसा था, उसने बात मान ली. അപ്പോൾ ഹനുമാനും ആ രണ്ട് യുവാക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനുമാൻ പർ സുഗ്രീവ്ക്ക് ഭരോസ താ, അപ്പോൾ സുഗ്രീവിന് ഹനുമാനോട് വളരെയധികം എന്താണ് വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഉസ്നെ ബാത് മാൻലി, അങ്ങനെ സുഗ്രീവൻ സമ്മതിച്ചു. അപ്പോൾ ഹനുമാൻ അവിടെ പോയിട്ട് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. മേ ജാക്കർ പതാ ലഗാത്താ ഹൂ കിവേ കോൻ ഹെ എന്നാണ് ഹനുമാൻ പറഞ്ഞത്. ഞാൻ അവരാരാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അത് സുഗ്രീവ് സമ്മതിച്ചു. राम और लक्ष्मण पहाड़ी पर चढ़ते चढ़ते थक गए थे. അപ്പോൾ രണ്ടുപേരും, അതായത് ശ്രീരാമനും ലക്ഷ്മണനും ആ മല കയറി ക്ഷീണിച്ചിരുന്നു. വി പഹാടി സരോവർ കെ പാസ് റുക്കെ തക്കാൻ മിട്ടാനെ. അപ്പോൾ ആ ഒരു സരോവരമുണ്ടായിരുന്നു, ആ മലയുടെ താഴെ. അപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് അവിടെ നിന്ന് അവരുടെ മുഖവും വായുവൊക്കെ കഴുകി ക്ഷീണം മാറ്റാനായിട്ട് അവിടെ നിന്നു. തഭി ഭേസ് ബദൽക്കർ ഹനുമാൻ വഹാ പहुंच गए. തൻ്റെ വേഷം മാറ്റി ഹനുമാൻ ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. शिष्टता से प्रणाम किया, पूछा, आप दोनों कौन हैं, वन में क्यों भटक रहे हैं? आपका भेस मुनियों जैसा है, लेकिन चेहरे से राजकुमार लगते हैं. അപ്പോൾ വേഷം മാറ്റി ഹനുമാൻ വന്ന് അവരോട് ചോദിക്കുകയാണ്, അതും നല്ല വിനയത്തോടെ നല്ല പ്രണമിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്. പൂച്ച, ആപ് ദോനോ കോൻ ഹെ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? വൻമേ ക്യൂ ഭട്ടക് രഹേ, ഇങ്ങനെ വനത്തിൽ എന്താണ് ഇങ്ങനെ വെറുതെ നടക്കുന്നത്? ഭട്ടക് രഹേ ഹെ, ആപ്കാ ഭേസ് മുനിയോം ജസാ ഹെ, താങ്കളുടെ വേഷം കാണുമ്പോൾ മുനിമാരെ പോലെയുണ്ട്, പക്ഷേ മുഖം കാണുമ്പോഴോ ലേക്കിൻ ചെഹ്രെ സെ രാജ്കുമാർ ലഗ്തേ ഹെ, പക്ഷേ മുഖം കൊണ്ട് എന്താണ് നിങ്ങൾ രാജകുമാരന്മാരാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. हम सुग्रीव से मिलने जा रहे हैं, हमें उनकी सहायता की आवश्यकता है, क्या आप उन्हें जानते हैं? അപ്പോൾ ശ്രീരാമൻ വിനയത്തോടെ
എന്താണ് ഹനുമാനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ഹം സുഗ്രീവ് സെ മിൽനെ ജാ രഹേ ഹൈ, ഞങ്ങൾ സുഗ്രീവിനെ കാണാനായിട്ട് പോവുകയാണ്. ഹമേ ഉൻകി സഹായതാക്കി ആവശ്യകത ഹൈ, അദ്ദേഹത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ക്യാ ആപ് ഉन्हें ജാൻതേ ഹൈ, താങ്കൾ സുഗ്രീവിനെ അറിയുമോ എന്ന് രാമനെ വിനമ്രതാസെ പൂച്ച, ശ്രീരാമൻ നല്ല വിനയത്തോടെ ചോദിച്ചു. പ്രാരംഭിക് ബാത്ചീത് മേ ഹി ഹനുമാൻ സ്ഥിതി ഭാപ് ഗയേ. അപ്പം ആദ്യം തന്നെ അവരുടെ സംസാരത്തിൽ നിന്നും, പ്രാരംഭിക് ബാത്ചീത്, ആദ്യത്തെ ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ ഹനുമാന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഭാപ് ഗയേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുത്തു. വേ അപ്നെ മൂൽ രൂപ് മേ ആ ഗയേ, ശരിയായ രൂപത്തിലോട്ട് തിരിച്ചു വന്നു. പ്രണാം കർത്തെ ഹുവേ ബോലെ, മേ ഹനുമാൻ ഹൂँ, സുഗ്രീവ് കാ സേവക്, ഉൻഹോനെ ആപ്കാ പരിചയ് ജാനനെ കെ ലിയെ യഹാ ഭേജാ था. ഞാൻ ഹനുമാനാണ്, സുഗ്രീവൻ്റെ സേവകനാണ്. അദ്ദേഹം താങ്കളുടെ പരിചയം, അതായത് ആപ്കാ പരിചയ് ജാനനെ ലിയെ യഹാ ഭേജാ था, നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ അയച്ചതാണ് എന്ന് ഹനുമാൻ തൻ്റെ പഴയ രൂപത്തിലോട്ട് തിരിച്ചു വന്ന് അവരോട് പറഞ്ഞു. लक्ष्मण ने उन्हें अपना परिचय दिया, वन में आने का कारण बताया, यह भी बताया कि वे कबंध और शबरी की सलाह पर आए हैं और सुग्रीव से मिलने, उनसे सहायता मांगने. അപ്പോൾ ലക്ഷ്മൺ എല്ലാ കാര്യങ്ങളും ഹനുമാനോട് വിശദീകരിച്ചു പറഞ്ഞു. ലക്ഷ്മണനെ ഉന്നെ അപ്ന പരിചയ ദിയ, അവരെ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ വനത്തിൽ വരാനുള്ള കാരണങ്ങൾ പറഞ്ഞു. യഹ് ബത്തായ കി കബന്ധും ശബരിയും പറഞ്ഞിട്ടാണ്, അവരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നതെന്നും, സുഗ്രീവ് സെ മിൽനെ, സുഗ്രീവിനെ കാണാനായിട്ട് എത്തിച്ചേർന്നതെന്നും, ഉൻസെ സഹായത്താ മാങ്ങി, എന്തുകൊണ്ടാണ് വന്നത്, സുഗ്രീവൻ്റെ സഹായം ചോദിക്കാനായിട്ട്, അതായത് സീതയെ തേടാനായി സുഗ്രീവൻ്റെ സഹായം ചോദിക്കാനായിട്ടാണ് അവരവിടെ എത്തിയതെന്നും ലക്ഷ്മണൻ വിശദീകരിച്ചു ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ കെ ചെഹരെ പർ ഹൽക്കി സി മുസ്കുരാഹട്ട് ആ ഗയി. അപ്പോൾ ഹനുമാൻ്റെ മുഖത്ത് ഒരു ചെറിയൊരു പുഞ്ചിരി വന്നു. കോയി ഉസ്സെ സഹായത മാംഗനെ ആയാ ഹൈ ജിസെ സ്വയം സഹായത ചാഹിയെ. ഹനുമാൻ സമझ गए, कोई उससे സഹായത മാംഗനെ ആയാ ഹൈ ജിസെ സ്വയം സഹായത ചാഹിയെ. അപ്പോൾ സുഗ്രീവ് തന്നെ സ്വയം എന്താണ്, ആരുടെയെങ്കിലും സഹായം തേടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് സുഗ്രീവൻ്റെ സഹായത്തിനായിട്ട് ആരെങ്കിലും വന്നു ചേരുന്നത് എന്ന് ആലോചിച്ച് ഹനുമാൻ ചിരിച്ചു. ഹനുമാൻ സമझ गए, ഹനുമാന് മനസ്സിലായി, രാം और സുഗ്രീവ് की സ്ഥിതി ഏക് ജൈസി है. അപ്പോൾ ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും സ്ഥിതി ഒരുപോലെയാണെന്ന് ഹനുമാൻ മനസ്സിലാക്കി. दोनों को एक दूसरे की सहायता चाहिए. അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ എന്താണ്, സഹായം ആവശ്യമാണ്. അതായത് ശ്രീരാമന് സുഗ്രീവൻ്റെ ആവശ്യമുണ്ട്, സുഗ്രീവന് ആരുടെയെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്, അതായത് ശ്രീരാമൻ്റെ ആവശ്യം വേണ്ടി വന്നേക്കും. അപ്പോൾ दोनों को एक दूसरे की सहायता चाहिए कि वे मित्र हो सकते हैं. एक अयोध्या से निर्वासित है, दूसरा किष्किंधा से. അപ്പോൾ രണ്ടുപേർക്കും എന്താണ്, കൂട്ടുകാരാവും, മിത്ര അല്ലേ, അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ അവരുടെ ആവശ്യങ്ങൾ ഒരുപോലെയാണ്. രണ്ടുപേർക്കും അപ്പുറത്തും ഇപ്പുറത്തും ആവശ്യമുണ്ട്, രണ്ടുപേർക്കും കൂട്ടുകാരാവാം. ഈ അയോധ്യാസെ നിർവാസിത, ഒരാളാണെങ്കിലോ ശ്രീരാമൻ അയോധ്യയിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ, പിന്നെ ദൂസറ കിഷ്കിന്ദാസെ, സുഗ്രീവനാണെങ്കിലോ കിഷ്കിന്ധയിൽ നിന്നും. അപ്പോൾ एक की पत्नी को रावण उठा ले गया है, दूसरे की पत्नी उसके भाई ने छीन ली है, दोनों के पिता नहीं है. അപ്പോൾ ശ്രീരാമൻ്റെ പത്നിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ബാലിയാണെങ്കിലോ സുഗ്രീവൻ്റെ പത്നിയെയും തൻ്റെ പക്കൽ, അതായത് തട്ടിപ്പറിച്ചിരിക്കുന്നു. दोनों के पिता नहीं है, രണ്ടുപേരുടെയും പിതാക്കൾ ഇല്ല. हनुमान ने राम और लक्ष्मण को कंधे पर बिठाया, कुछ ही पल में वे ऋषिमुख के शिखर पर पहुंच गए. അപ്പോൾ ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും, രണ്ടുപേരും ക്ഷീണിതരായിരുന്നു, ആ മല കയറി അല്ലേ, അപ്പോൾ രണ്ടുപേരെയും അദ്ദേഹത്തിൻ്റെ, അതായത് ഹനുമാൻ്റെ തോളുകളിൽ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ഋഷിമുഖ് പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ എത്തിച്ചേരുന്നു. ഹനുമാൻ ने दोनों को സുഗ്രീവ് से मिलाया. രണ്ടുപേരെയും ഹനുമാൻ പരിചയപ്പെടുത്തി, ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. दोनों ने अग्नि को साक्षी मानकर മിത്രത കാ വചൻ ലിയ. അപ്പോൾ രണ്ടുപേരും അഗ്നി സാക്ഷിയാക്കി, രണ്ടുപേരും അവരുടെ മിത്രതയെ വെച്ച് അല്ലെ, മിത്രത കാ വചൻ ലിയ, അതായത് എപ്പോഴും കൂട്ടുകാരായിട്ടിരിക്കും എന്ന ഒരു വചനം എടുക്കുന്നു. സുഗ്രീവ് നെ കഹാ, ആജ് സെ ഹമാരാ സുഖ് ദുഃഖ്
സാജാ ഹെ, ഇന്നു മുതൽ ഞങ്ങളുടെ സുഖവും ദുഃഖവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നു. राम ने सुग्रीव को सीता हरण के संबंध में बताया तो सुग्रीव अचानक उठ खड़े हुए. അപ്പോൾ ശ്രീരാമൻ സുഗ്രീവനോട് സീതാഹരണം, അതായത് സീതയെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞപ്പോൾ സുഗ്രീവ് പെട്ടെന്ന് എണീറ്റു. उन्हें कुछ याद आया. बोले, वानरों ने मुझे एक स्त्री के हरण की बात बताई थी. वो निश्चित रूप से सीता ही रही होंगी. रावण का रथ इसी पर्वत के ऊपर से गया था. അപ്പോൾ ഉന്നെ കുച്ച് യാദായ, അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ബോലെ, വാനരോം ने मुझे एक स्त्री के हरण की बात बताई थी. വാനര സൈന്യമുണ്ട്. അപ്പോൾ വാനരന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കണ്ടതായിട്ട്. അപ്പോൾ നിശ്ചിത് രൂപ തീർച്ചയായിട്ടും അത് സീത തന്നെയായിരിക്കും. രാവൺ കാ രഥ് ഇസി പർവ്വത് കെ ഊപ്പർ സെ ഗയാ ഥാ. രാവണൻ്റെ ആ രഥം ഇതേ പർവ്വതത്തിൻ്റെ മുകളിലൂടെ തന്നെയാണ് പോയത്. राम और लक्ष्मण ध्यान से उनकी बात सुन रहे थे. സുഗ്രീവ് ബോൾത്തേ രഹേ. രണ്ടുപേരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു സുഗ്രീവ് പറയുന്നതൊക്കെ. അപ്പോൾ സുഗ്രീവ് ബോൾത്തേ രഹേ, സുഗ്രീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സീത സ്വയം കോ രാവൺ കെ ചങ്കുൽ സെ छुड़ाने का यत्न कर रही थी. അപ്പോൾ സീത സ്വയം രാവണനിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു സീത ആ മുഴുവനും. വാനരോं को देखकर उन्होंने अपने कुछ आभूषण नीचे फेंक दिए थे. വാനരന്മാരെ കണ്ട് തൻ്റെ ആഭരണങ്ങളൊക്കെ താഴോട്ട് എറിഞ്ഞ് ഇടുകയായിരുന്നു ആര്? സീത. गहनों की एक पोटली राम के सामने रखते हुए उन्होंने कहा, देखिए क्या ये गहने सीता के हैं. അപ്പോൾ ഗഹനോക്കെ, അതായത് ആഭരണങ്ങളുടെ ആ കെട്ട് അതെടുത്തിട്ട് ശ്രീരാമൻ്റെ മുന്നിൽ വെച്ചിട്ട് സാമനെ രക്തേ ഹുവേ അദ്ദേഹം സുഗ്രീവ് എന്താണ് പറഞ്ഞത്? ദേഖിയേ ക്യാ യേ ഗഹനെ സീതാക്കെ ഹേ. അപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ സീതയുടെ ആണോ എന്ന് നോക്കാനായിട്ട് സുഗ്രീവ് ശ്രീരാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു. राम ने आभूषण तुरंत पहचान लिए. कुछ गहने लक्ष्मण ने भी पहचाने. അപ്പോൾ ശ്രീരാമൻ ആ ആഭരണങ്ങൾ കണ്ടപ്പാടെ ശ്രീരാമന് മനസ്സിലായി അത് സീതയുടേതാണെന്ന്. ലക്ഷ്മണനും അത് മനസ്സിലായി. ഗഹനെ ദേഖ്കർ രാം ശോക് സാഗർ മേ ഡൂബ് ഗയ. അതായത് അങ്ങേയറ്റം വിഷമിച്ചു എന്നാണ് ശോക് സാഗർ എന്ന് പറയാൻ കാരണം. വളരെയധികം വിഷമിച്ചു. ഉൻകെ മുഹ് സെ നിക്ല, അദ്ദേഹം പറഞ്ഞു, ധിക്കാർ ഹെ മുझे ഹേ സീതേ, मैं संकट में तुम्हारी रक्षा नहीं कर सका. मेरा पौरुष बल पराक्रम ज्ञान तुम्हारे काम नहीं आया. അപ്പോൾ ശ്രീരാമൻ വളരെയധികം വിഷമിച്ച് കൊണ്ട് പറയുകയാണ്, ധിക്കാരമാണ് എൻ്റെ ഈ കഴിവുകൾ. അതായത് എനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ടും എൻ്റെ പൗരുഷമോ ബലമോ പരാക്രമമോ അറിവും ഈ കഴിവുകളൊന്നും നിന്നെ ഉണ്ടായിട്ട് പോലും നിന്നെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ, എന്നെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ശ്രീരാമൻ സ്വയം വിഷമിക്കുകയാണ്. സുഗ്രീവ് ने उन्हें सांत्वना दी. സുഗ്രീവ് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. സീത അവശ്യ മിൽ ജായെങ്കി, मैं हर प्रकार से आपकी सहायता करूँगा मित्र. സീത തീർച്ചയായും ലഭിക്കും, എന്നെ കൊണ്ടാവുന്നത്രയും ഞാൻ നിന്നെ സഹായിക്കും മിത്ര. രാവൺ കാ സർവനാശ് നിശ്ചിത് ഹെ. രാവണൻ്റെ സർവനാശം നിശ്ചിതമാണ്, അതായത് രാവണൻ തീർച്ചയായും വധിക്കപ്പെടും. राम के बाद सुग्रीव ने अपनी व्यथा कथा सुनाई. ശ്രീരാമന് ശേഷം സുഗ്രീവ് തൻ്റെ വിഷമസ്ഥിതിയിലുള്ള ആ കഥ അറിയിക്കുകയാണ്. വ്യഥാകഥ സുനായി. बाली ने मुझे राज्य से निकाल दिया है, मेरी स्त्री छीन ली, मेरा वध करने की चेष्टा कर रहा है. संकट के समय हनुमान नल और नील ने मेरा साथ दिया, मुझे कभी नहीं छोड़ा. उसने राम से सहायता मांगी. അങ്ങനെ തൻ്റെ കഥകളൊക്കെ അറിയിക്കുകയാണ് സുഗ്രീവൻ ശ്രീരാമനോട്. ബാലി തന്നെ രാജ്യത്തിൽ നിന്നും, അതായത് കിഷ്കിന്ധയിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു. തൻ്റെ സ്ത്രീ, അതായത് തൻ്റെ പത്നിയെ തട്ടിപ്പറിച്ചിരിക്കുന്നു. മേരാ വധ് കർണേക്ക് ചേഷ്ട കർ രഹാ ഹൈ, എന്നെ വധിക്കാനുള്ള ശ്രമത്തിലാണ്. സംകട്ട് കെ സമയ ഹനുമാൻ നൽ ഓർ നീൽ. ഈ സങ്കട സമയത്ത്, അതായത് ഈ വിഷമസ്ഥിതിയിൽ എന്നെ സഹായിച്ചത് ഹനുമാനും നല്ലും നീലുമാണ് എൻ്റെ കൂടെ നിന്നത്. മുझे കഭി നീ ചോടാ, എൻ്റെ കൂടെ എപ്പോഴും അവരുണ്ടായിരുന്നു, എന്നെ ഒരിക്കലും അവർ ഉപേക്ഷിച്ചില്ല. ഉസ്നെ രാം സെ സഹായത മാങ്ങി. ശ്രീരാമനോട് സഹായം ചോദിക്കുന്നു സുഗ്രീവൻ. राम बोले, चिंता मत करो मित्र, तुम्हें अपना राज्य भी मिलेगा और स्त्री भी.
ചിന്താ മത് കരോ. ശ്രീരാമൻ സുഗ്രീവനെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കേണ്ട, നീ ഒരു ചിന്തയും എടുക്കണ്ട. തുമേ അപ്നാ രാജ്യ ഭീ മിലേഗ, രാജ്യവും ലഭിക്കും, പത്നിയും തിരികെ ലഭിക്കും എന്ന് ശ്രീരാമൻ സമാധാനിപ്പിക്കുന്നു സുഗ്രീവനെ. राम देखने में सुकुमार थे, उन्हें देखकर उनकी शक्ति का पता नहीं चलता था. അപ്പോൾ ശ്രീരാമൻ കാണാൻ സുകുമാർ, സുകുമാർ എന്ന് പറഞ്ഞാൽ സുന്ദരനായ ഒരു ബാലകൻ അല്ലെ, സുന്ദരനായ ഒരു കുമാരൻ, അങ്ങനെ കാണപ്പെടുന്നുള്ള ആൾ. ഉനെ ദേക്കർ ഉൻകി ശക്തി കാ പത്ത നഹി ചൽത്താ താ, അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശക്തിയെപ്പറ്റി മനസ്സിലാക്കാൻ സാധ്യമല്ലായിരുന്നു. സുഗ്രീവ് കോ രാം കെ ആശ്വാസൻ പർ ഭരോസ നഹി ഹുവ. ശ്രീരാമൻ സുഗ്രീവിനെ ആശ്വസിപ്പിച്ചെങ്കിലും ആ ആശ്വാസനം അദ്ദേഹത്തിന് എന്താണ്, വിശ്വാസം നൽകി, അതായത് അദ്ദേഹത്തിന് വിശ്വാസം തോന്നിയില്ല. बाली महाबलशाली है, उसे हराना इतना आसान नहीं है, वह शाल के 7 वृक्षों को एक साथ झकझोर सकता है. സുഗ്രീവന് ശ്രീരാമനെ വിശ്വാസം വരുന്നില്ല. കാരണം എന്നിട്ട് പറയുകയാണ്, ബാലി മഹാബൽശാലി ഹെ, ബാലി നല്ല ബലശാലിയാണ്. ഉസെ ഹരാന ഇത്ന ആസാൻ നഹി ഹെ, തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വശാൽ കെ 7 വൃക്ഷോं को एक साथ झकझोर सकता है. വശാൽ വൃക്ഷം എന്നുണ്ട്, അത് വിശാലമായിട്ടുള്ളൊരു വൃക്ഷമാണ്. അങ്ങനെയുള്ള 7 വൃക്ഷങ്ങളെ, ഷാലിൻ്റെ 7 വൃക്ഷങ്ങളെ ഒരുമിച്ച് ബാലിക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ജഗ്ജോർ സക്ത, അതിനെ ഒടിച്ചിടാൻ സാധിക്കും എന്നാണ് സുഗ്രീവൻ ബാലിയെപ്പറ്റി ശ്രീരാമനോട് പറയുന്നത്. രാംനെ കോയി ഉത്തർ നഹി ദിയ, ശ്രീരാമൻ അതിന് ഉത്തരമായിട്ട് ഒന്നും നൽകാതെ ധനുഷ് ഉഠായ ഓർ തീർ ചലാ ദിയ, വില്ലെടുത്തിട്ട് അതിൽ അമ്പ് കോർത്ത് ആ അമ്പ് എയ്തു. ഷാൽ കെ 7 വിശാൽ വൃക്ഷ ഏക് ഹി ബാൺ സെ കട്ട്കർ ഗിർ പടെ, ആ ഷാലിൻ്റെ 7 വൃക്ഷങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ 7 വൃക്ഷങ്ങളെയും ആ അമ്പ് കൊണ്ട് എയ്ത് താഴെ വീഴ്ത്തി. കട്ട്കർ ഗിർപടെ, അത് മുറിഞ്ഞ് താഴോട്ട് വീണു. ഇസ് ശക്തി പ്രദർശൻ പർ സുഗ്രീവ്നെ ഹാത്ത് ജോഡ് ലിയെ, അദ്ദേഹം ആ ശക്തി പ്രദർശനത്തിൽ അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിന് വിശ്വാസം തോന്നി തുടങ്ങി. ഈ ശക്തി പ്രദർശൻ പർ സുഗ്രീവ്നെ ഹാത്ത് ജോഡ് ലിയെ, കൈകൾ കൂപ്പി നിന്നു. രാംനെ കഹ മിത്ര അബ് विलंब कैसा, बाली को युद्ध के लिए ललकारो, किष्किंधा की राजगद्दी का निर्णय उसी युद्ध में हो जाएगा. എന്തിനാണ് മിത്ര ഈ വിലംബ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകുക. എന്താണ് വൈകേണ്ട ആവശ്യം, അതായത് കൂടുതൽ സമയമെടുക്കാതെ ബാലിയെ യുദ്ധത്തിനായിട്ട് ചാലഞ്ച് ചെയ്യുക. അതായത് ബാലിക്കോ യുദ്ധ കെ ലിയെ ലൽക്കാറോ, ബാലിയെ യുദ്ധത്തിനായിട്ട് വിളിക്കുക. കിഷ്കിന്ദ കി രാജ്ഗദ്ദി കാ നിർണയ് ഉസി യുദ്ധമേ ഹോ ജായേഗ, കിഷ്കിന്ധയുടെ ആ രാജസിംഹാസനെ പറ്റിയുള്ള ആ തീരുമാനവും ഇതേ യുദ്ധത്തിൽ നടക്കും. സുഗ്രീവ് ചിന്തിത് ഹോ ഗയേ, സുഗ്രീവ് വീണ്ടും ചിന്തയിൽ മുഴുകി. യുദ്ധമേ ബാലിക്കോ ഹരാന അസംഭവത, ആ യുദ്ധത്തിൽ ബാലിയെ തോൽപ്പിക്കുക എന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. രാം ബോലെ ചിന്താ മത് കരോ മിത്ര, നീ കൂടുതൽ വിഷമിക്കേണ്ട മിത്ര, മേ പേട് കി ഓട്ട് മേ യുദ്ധ ദേഖൂങ്ക, ഞാൻ ആ മരത്തിൻ്റെ പിറകിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ആ യുദ്ധം നോക്കി നിൽക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ ആവശ്യം വരുമ്പോൾ, അതായത് നീ വിഷമസ്ഥിതിയിലാകുമ്പോൾ, ജബ് തും പർ സംകട്ട് ആയേഗ തുമ്ഹാരി സഹായത കരുങ്ക, നിന്നെ ഞാൻ സഹായിക്കും. ബാലിക്ക് മൃത്യു മേരെ ഹി ബാൺ സേ ഹോഗി, ബാലിയുടെ മൃത്യു എൻ്റെ ബാണം, എൻ്റെ എന്താണ് തീർ അല്ലെങ്കിൽ എൻ്റെ ബാണം കൊണ്ട് തന്നെ സംഭവിക്കത്തുള്ളൂ. വഹ് മാറാ ജായേഗ, തീർച്ചയായും ബാലി വധിക്കപ്പെടും. യോജന ബനാക്കർ സബ് കിഷ്കിന്ദ പहुंच गए, സുഗ്രീവ് ആകെ थे. അപ്പോൾ യോജന, അതായത് ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക, എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവിടെ എത്തിച്ചേരുകയാണ് എല്ലാവരും കിഷ്കിന്ധയിൽ. സുഗ്രീവ് ആകെ थे, സുഗ്രീവ് മുമ്പിൽ നിൽക്കുകയായിരുന്നു. രാം ലക്ഷ്മൺ और ഹനുമാൻ छिप गए थे, ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും എല്ലാം ഒളിച്ച് നിന്ന് നോക്കുകയായിരുന്നു. मेरे पीछे राम की शक्ति है सोचते हुए उसने बाली को ललकारा, അപ്പോൾ ശ്രീരാമൻ എൻ്റെ പിറകിലുണ്ട് എന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞ് ധൈര്യം പകർന്നു നൽകുകയാണ് സ്വയം സുഗ്രീവ്. എന്നിട്ട് മുന്നോട്ട് നീങ്ങി ബാലിക്കോ ലൽക്കാര, ബാലിയെ ഇങ്ങനെ ചാലഞ്ച് ചെയ്തു, വെല്ലുവിളിച്ചു. ബാലിക്ക് ക്രോധ് കി സീമാനറി, ബാലിയുടെ ആ ദേശത്തിന് അതിർത്തികളില്ലായിരുന്നു, അത് അത്രയ്ക്ക് ദേഷ്യം വന്നു ബാലിക്ക്. വഗരച്താ ഹുവാ നിക്ല, ഇങ്ങനെ റോർ ചെയ്തെന്ന പോലെ ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നു ബാലി. ആജ് ശിക്കാർ സ്വയം മേരെ മുഹ് തക് ആയാ ഹൈ മൈ തുझे नहीं छोड़ूंगा, ഇന്ന് ഇര അല്ലേ, ശിക്കാർ എന്ന് പറഞ്ഞാൽ ഇര, പ്രേ. അപ്പോൾ എൻ്റെ മുന്നിൽ സ്വയം ഇങ്ങോട്ട് മുന്നിൽ വന്നിരിക്കുകയാണ്. മേരെ മുഹ് തക് ആയ, എൻ്റെ വായിൽ വരെ വന്നിട്ടുണ്ട്. മൈ തുझे नहीं छोड़ूंगा, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് ഇങ്ങനെ ഗർജിച്ചു കൊണ്ട് വരികയാണ് ബാലി.
भीषण मल्ल युद्ध हुआ, दोनों में एक दूसरे से गुंद गए. युद्ध में ബാലി ഭാരി പड़ रहा था. അപ്പോൾ ഭീഷൺ മല്ല, ഭീകരമായിട്ടുള്ള ഒരു മല്ലയുദ്ധമായിരുന്നു അവിടെ നടന്നത്. രണ്ടുപേരും ഏക് ദൂസരെ ഗുന്ത് ഗൈ, ഇൻ്റർട്വൈൻഡ് എന്ന് പറയത്തില്ല, രണ്ടുപേരും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുകയായിരുന്നു. യുദ്ധമേ ബാലി ഭാരി പड़ रहा था, അതായത് ഭാരി പഡ്ന എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബാലിയുടെ ശക്തിയായിരുന്നു കൂടുതൽ എടുത്ത് കാണപ്പെട്ടത്. കാരണം ബാലി മഹാബലശാലിയായിരുന്നു അല്ലേ. അതുകൊണ്ട് സുഗ്രീവ് ആ സമയത്ത് എന്താണ്, ലഗ്ത സുഗ്രീവ് കാ അന്ത് നിശ്ചിത് ഹൈ, ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നു സുഗ്രീവൻ്റെ അന്ത്യം നിശ്ചിതമാണ്. राम पेड़ के पीछे खड़े थे, ധനുഷ് ഹാത്ത് മേ ഥാ. ശ്രീരാമൻ മരത്തിൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുകയായിരുന്നു. ധനുഷ് ഹാത്ത് മേ ഥാ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വില്ലുണ്ടായിരുന്നു. पर उन्होंने तीर नहीं चलाया, പക്ഷേ അദ്ദേഹം അമ്പ് എഴുതില്ല. സുഗ്രീവ് വഹാ സെ കിസി തരഹ ജാൻ ബച്ചാക്കർ ഭാഗ, എങ്ങനെയൊക്കെയോ സുഗ്രീവ് തൻ്റെ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ബച്ചാക്കർ ഭാഗ, ഓടി അവിടുന്ന്. സീതാ ഋഷിമുഖ് പർവ്വത് ആക്കർ റുക്ക, राम लक्ष्मण और हनुमान भी लौट आए. सीधा ഋഷിമുഖ് പർവ്വത്, നേരെ സുഗ്രീവ് പോയത് ഋഷിമുഖ് പർവ്വതത്തിലോട്ടാണ് തിരിച്ച്. രാം, ലക്ഷ്മൺ, ഹനുമാൻ മൂന്ന് പേരും തിരിച്ച് ഋഷിമുഖ് പർവ്വതത്തിലോട്ട് തിരിച്ചു മടങ്ങി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. അത് എനിക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. ഇനി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം. ഓക്കെ, കീപ് റീഡിങ്, കീപ് ലേണിംഗ്. താങ്ക് യു.